മണിയൻപിള്ള രാജുവിൻ്റെ കാറ് ആക്സിഡൻ്റ് ആയൊരു ന്യൂസ് ഇന്നലെ രാത്രി മുതൽ ചില മാധ്യമങ്ങൾ ബ്രേക്ക് ചെയ്തു, ചിലർ ബ്രേക്ക് ചെയ്തില്ല. ചിലരൊക്കെ രാവിലെ ആയപ്പോഴത്തേക്കാണ് ഈ ന്യൂസ് ഏറ്റുപിടിച്ചത്. റിപ്പോർട്ടർ ചാനലിലാണ് ആദ്യം ഞാൻ ഇന്നലെ രാത്രി ഏകദേശം ഒരു 10 മണിയോടുകൂടി നടന്നൊരു ആക്സിഡൻറ്റ് ന്യൂസ് ഏറെക്കുറെ ഒരു 11-12 മണി ആയപ്പോഴത്തേക്ക് അവർ ബ്രേക്ക് ചെയ്തു. അവർ ആ സ്പോട്ടിൽ പോയി. കുറേ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ വീഡിയോ എടുക്കാൻ ലേറ്റ് ആയത് തന്നെ എനിക്കടക്കം ഞാൻ കാണുന്ന സമയത്ത് നമുക്കൊരു ക്ലാരിറ്റിയിലെത്താൻ പറ്റുന്നില്ല. വണ്ടി പിന്നിലിടിച്ചു എന്ന് പറയുന്നു, വണ്ടി മുന്നിലിടിച്ചു എന്ന് പറയുന്നു, കാറ് ബൈക്ക് പോയി ഇടിച്ചു എന്ന് പറയുന്നു, ബൈക്ക് നിരക്കി കൊണ്ടുപോയി എന്ന് പറയുന്നു. ലാസ്റ്റ് മണിയൻപിള്ള രാജുവിനെ പുറത്തു വന്നു, CCTV വിഷ്വൽസ് പുറത്തു വന്നു. രാവിലെ മുതൽ ഇവിടുത്തെ ന്യൂസ് ചാനൽസ് എല്ലാവരും കൂടി പിടിച്ച് മണിയൻപിള്ള രാജുവിനെ ഏറെ കയറ്റി. CCTV വിഷ്വൽ വന്നപ്പോഴത്തേക്ക് കാര്യങ്ങൾ ക്ലിയറായി. ഓക്കെ, അപ്പോൾ മണിയൻപിള്ള രാജുവിനെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം ജാമ്യം കൊടുത്ത് വിട്ടു. FIR മണിയൻപിള്ള രാജുവിൻ്റെ പേര് പോലീസ് ഇട്ടില്ല എന്നുള്ളൊരു സംഗതി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത് പേരിടാതെ ഇരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. മേ ബി അവർക്ക് ഇൻവെസ്റ്റിഗേഷൻ കുറച്ചും കൂടി ക്ലിയറായി മുന്നോട്ട് പോയതിനു ശേഷം ഏത് വകുപ്പുകൾ ഇടണം എന്നൊക്കെ നോക്കിയിട്ട് പേരും കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരിക്കണം അവർ പേരിടാതെ ഇരുന്നത്. കാരണം ഇതിനകത്ത് പോലീസിന് അനാസ്ഥ പറ്റിയോന്ന് ചോദിച്ചാൽ പറ്റിയിട്ടുണ്ട്. മണിയൻപിള്ള രാജുവിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, ബൈക്കുകാരുടെ ഭാഗത്തും തെറ്റുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വിശദമായിട്ട് കാര്യങ്ങൾ നോക്കാം. ഇന്നലെ രാത്രി റിപ്പോർട്ടർ ചാനൽ ഈ ഇൻസിഡൻറ്റ് ഉണ്ടായ സ്ഥലത്ത് പോയ സമയത്ത് അവിടുത്തെ ദൃക്സാക്ഷി അടക്കം പറഞ്ഞ കാര്യങ്ങൾ, ഈ ദൃക്സാക്ഷിക്ക് അടക്കം ക്ലാരിറ്റി ഇല്ല ഇന്നലെ രാത്രി എന്താ സംഭവിച്ചതെന്നുള്ളത്. ആ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇന്നലെ രാത്രിയത്തെ ന്യൂസ് മുതൽ നമുക്ക് തുടങ്ങാം. ബൈ ദ വേ, ഇയാളുടെ ഒരു വോൾവോ ആണ്, വോൾവോ XC60 ആണ് ഇയാളുടെ കാറ്. അത് നമ്മുടെ മലപ്പുറത്ത് നിന്ന് തന്നെ ഓൺ റോഡിൽ നിന്നാണ് ഇതിൻ്റെ ബാക്കി എന്തൊക്കെയോ പരിപാടികൾ എടുത്തതിൻ്റെയൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ബൈജു നായരുടെ ഒരു പരിപാടിക്കകത്ത്, കാറിൻ്റെ ഷോക്കേസ് ചെയ്യുന്ന പരിപാടിക്കകത്ത് ഇങ്ങനെ ഈ വൈറ്റ് കളർ XC60 ഒക്കെ അന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വോൾവോ എന്ന് പറയുമ്പോൾ ആ വണ്ടി തന്നെ ആയിരിക്കണം എന്നുള്ളത് ഏറെക്കുറെ അപ്പം തന്നെ തോന്നിയിരുന്നു. അപ്പോൾ ആ വണ്ടി തന്നെയാണ്. ഇന്നലെ രാത്രി ഒന്ന് ന്യൂസ് നോക്കാം. റിജിത്ത്, തിരുവനന്തപുരം വഴുതക്കാട് സംസ്ഥാന പോലീസ് ആസ്ഥാന മന്ദിരത്തിനും അതേപോലെ തന്നെ തിരുവനന്തപുരം ക്ലബിനും അടുത്താണ് ഈ അപകടം ഉണ്ടാകുന്നത്. അമിത വേഗത്തിലെത്തിയ വോൾവോ കാർ പിന്നാലെ എത്തിയ ബൈക്കിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പ്രദേശവാസികളടക്കം പറയുന്നത് വലിയ ശബ്ദമാണ് ഈ പ്രദേശത്ത് ഉണ്ടായതെന്നുള്ളതാണ്. തുടർന്ന് ആളുകളൊക്കെ എത്തി നോക്കുമ്പോഴേക്കും ഈ ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് വോൾവോ കാറിനുള്ളിലേക്ക് കയറി ഇരിക്കുന്ന നിലയിലാണ് ഉണ്ടായിരുന്നത്. 2 യുവാക്കളാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഇവരെ ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തിയാണ് കൊണ്ടുപോയത്. ഈ വോൾവോ കാർ നിർത്താതെ പോയി എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, വോൾവോയുടെ ഒരു ചിഹ്നവും അതേപോലെ തന്നെ കുറച്ച് പാർട്സും ഒക്കെ ഇളകിക്കിടപ്പുണ്ട്. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് ഈ വോൾവോ കാറിനുള്ളിലേക്ക് തിരികെ കയറി ഇരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. വലിയ ശബ്ദമാണ് ഈ പ്രദേശത്ത് കേട്ടത്. തുടർന്ന് ആളുകൾ ഓടിക്കൂടുകയും ട്രിവാൻഡ്രം ക്ലബ്ബിൽ അടക്കം ആളുകൾ ഓടിക്കൂടി പ്രദേശം പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. എന്തായാലും 2 യുവാക്കളെ ഫയർഫോഴ്സ് ഇടപെട്ടുകൊണ്ടാണ് ഈ പ്രദേശത്ത് നിന്ന് മാറ്റിയെന്നുള്ളതാണ്. ചേട്ടാ, എങ്ങനെ ഈ അപകടം ഉണ്ടാവുന്നേ? അപകടം ഉണ്ടായത് എങ്ങനെയാണെന്ന് ആരും കണ്ടില്ല. വണ്ടി നിർത്താതെ പോകുന്നത് കണ്ടു, മോളിൽ ഒന്ന് നോക്കിയെടുക്കും. അത്ര വലിയ ശബ്ദമായിരുന്നല്ലേ? ഭയങ്കര സൗണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ബോംബ് പൊട്ടിയ സൗണ്ട് ഉണ്ട്. അത്ര ഇടിയുടെ ആഘാതം. സാരമായ പരിക്കുണ്ടോ? അവർ 2 പേർക്ക് കാല് പോയെന്നുള്ളതാണ് അറിയാം. ഫയർഫോഴ്സ് എത്തിയാണ് മാറ്റിയത് അല്ലേ? ഫയർഫോഴ്സിന്റെ വണ്ടി ഒന്നാണ് കൊണ്ടുപോയി. ബൈക്ക് കണ്ടോ? അപകടത്തിൽപ്പെട്ട ബൈക്ക് ഇവിടെ ഇല്ല, ബൈക്ക് കണ്ടില്ല. ആ കാറിന്റെ കൂടെ പോയി, കാർ കൊണ്ടുപോയി, ബൈക്ക് കൊണ്ടുപോയി. ട്രിവാൻഡ്രം ക്ലബിന് മുൻവശത്താണ് അപകടം ഉണ്ടാകുന്നത്. ഈ അപകടം നടക്കുന്ന സമയത്ത് പിന്നാലെ എത്തിയ മുൻപിൽ പോയ ബൈക്കിനെ അമിത വേഗത്തിലെത്തിയ വോൾവോ കാർ ഇടിച്ച് തെറിപ്പിക്കുകയും തുടർന്ന് യുവാക്കൾ തെറിച്ചു വീഴുകയും ബൈക്ക് ഈ കാറിനുള്ളിലേക്ക് തിരികെ കയറിയിരിക്കുന്ന സ്ഥിതിവിശേഷവുമാണ് ഉണ്ടായത്. അത്രത്തോളം വേഗതയിലാണ് ഈ വോൾവോ കാർ എത്തിയതെന്നുള്ളതാണ്. എന്തായാലും പ്രദേശത്ത് ഇപ്പോൾ നിലവിൽ ഫയർഫോഴ്സ് അടക്കം എത്തിയിട്ടാണ് ഈ പ്രദേശം സ്ഥിതിഗതി ശാന്തമാക്കുകയും തുടർന്ന് കുറേയേറെ കാര്യങ്ങൾ ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തു എന്നുള്ളത് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്ത ന്യൂസ്. ഒന്നാമത് ഈ റിപ്പോർട്ടർ ചേട്ടനോടാണ്, എൻ്റെ പൊന്നളിയ, ആ സ്ഥലത്ത് പോകുമ്പോൾ അത് കാണുമ്പോഴെങ്കിലും ഒരു ആക്സിഡൻറ്റ് നടന്ന സിറ്റുവേഷൻ കാണുമ്പോൾ നമുക്കൊരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ പോരെ. ഓക്കെ, വോൾവോ കാറാണെങ്കിലും JCB ഒന്നുമല്ലല്ലോ, ഒരു ബൈക്ക് അതിലേക്ക് ഇടിച്ചു കയറി അതും കൊണ്ടാണ് പോകാൻ വേണ്ടിയിട്ട്. ശരിയാണ്, അങ്ങനെയുള്ള റെയർ സിറ്റുവേഷൻസ് ഉണ്ട്. ബട്ട് ഇത് വോൾവോ ആണ്. ഇതിന് ഓട്ടോ ബ്രേക്ക് അടക്കം കൊളീഷൻ ഡിറ്റക്ഷൻ അടക്കം എല്ലാ സാധനങ്ങളുള്ളൊരു വണ്ടിക്കകത്ത് ബൈക്ക് തട്ടിയാൽ ചിലപ്പോൾ അത് അങ്ങനെ ഓടിച്ചു പോകും. കാരണം ബമ്പറിൽ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ സെൻസർ വർക്ക് ചെയ്യാത്തൊക്കെ സീനാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ പോവാം. ഞാൻ വോൾവോ ഉപയോഗിച്ച ഒരാളാണ്. ബൈക്ക് കാറിന് അടിയിലുള്ളപ്പോൾ അത് എത്ര നേരം ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും? ബൈക്കേ കാണാനല്ല സ്പോട്ടിൽ എന്നൊക്കെ പറയുമ്പോൾ ആക്ച്വലി അവിടെ ബൈക്ക് ഉണ്ട്.
അതൊരു റോയൽ എൻഫീൽഡിൻ്റെ 100-350 തോന്നുന്നു ഒരു വണ്ടി ഉണ്ട് അവിടെ. അത് ഇവർ കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഈ ദൃക്സാക്ഷി എന്ന് പറയുന്ന ചേട്ടൻ തന്നെ പറയുന്നുണ്ട് ശബ്ദം കേട്ട് വന്നു നോക്കി, അല്ലാതെ അങ്ങേര് ദൃക്സാക്ഷിയുടെ കൂട്ടത്തിലൊന്നും കൂട്ടാൻ പറ്റുന്ന ഒരു ഐറ്റമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബൈക്കും കൊണ്ടുപോയി പറഞ്ഞു, കാർ പോയി, ബൈക്കും കൊണ്ടുപോയി എന്ന് പറഞ്ഞു മൂപ്പര്. അമിത വേഗതയിൽ വന്ന കാറ് എന്നൊക്കെയാണ് പറയുന്നത്. സാധാരണ രീതിയിൽ അടുത്തുള്ള CCTV ക്യാമറയൊക്കെ നോക്കിയിട്ടാണ് അത്യാവശ്യം ന്യൂസുകാർ എന്ത് ചെയ്യുക, എല്ലാം നോക്കുക. പക്ഷേ ഇന്നലെ രാത്രി ഇതൊന്നും ഒരു ന്യൂസ് ചാനൽസിനും എന്ത് ചെയ്തില്ല, ഇതൊന്നും നോക്കാനുള്ള സമയം കിട്ടിയില്ല തോന്നുന്നു. വണ്ടി നമ്പർ എനിക്ക് തോന്നുന്നത് അവിടെ ബമ്പർ പൊട്ടിച്ചാടിയപ്പോൾ അവിടുത്തെ നമ്പർ പ്ലേറ്റ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മണിയമ്പിള്ള രാജുവിൻ്റെ വണ്ടിയാണെന്നുള്ളത് അവർക്ക് ഏറെക്കുറെ റെഡിയായി. അവരപ്പോഴത്തേക്ക് മണിയമ്പിള്ള രാജുവിൻ്റെ മകനെ വിളിച്ചു. അപ്പം മകൻ ഓൾറെഡി ഇത് ഇങ്ങനെ ട്രിവാൻഡ്രം ക്ലബ്ബിൽ പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അങ്ങോട്ട് കാര്യങ്ങളൊക്കെ ഒരു സ്റ്റോറി ലൈൻ പോലെയാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് രാവിലെ മണിയമ്പിള്ള രാജു ഏഷ്യാനെറ്റിന് കൊടുത്ത ബൈറ്റും പിന്നെ ബാക്കി മീഡിയാസിനെ അഡ്രസ്സ് ചെയ്തപ്പോൾ പറഞ്ഞ കാര്യങ്ങളും കൂടി നമുക്കൊന്ന് നോക്കണം. അവിടെയാണ് ആദ്യമായിട്ട് മണിയമ്പിള്ള രാജു ഇതിനെ റെസ്പോണ്ട് ചെയ്തത്. ഞാൻ പറഞ്ഞു എനിക്ക് ക്യാൻസറും പരിപാടി കഴിഞ്ഞാൽ വെള്ളപടി അങ്ങനൊന്നുമില്ല. അങ്ങനെ അവിടെ ഒരു എന്താണ് ടെന്നീസിന് അവാർഡ് കിട്ടിയ ഒരു ഫംഗ്ഷൻ ഉണ്ടാകും. അപ്പൊ അവിടെ ഞാൻ ഒരു മസാല ദോശ വെച്ച് ഇറങ്ങി വെളിയിലോട്ട് സാധാരണ അവിടുന്ന് പതുക്കെയില്ല ഇറങ്ങാൻ പറ്റും. പാസ് ചെയ്യണം. വണ്ടിയൊന്നുമില്ല, റോഡ് ക്ലിയർ ആണ്. ഞാൻ ക്രോസ് ചെയ്ത് അപ്പുറത്ത് വളവ് തിരിയാൻ്റെ ആ ക്രോസിന്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും അവിടുന്നാണോ ഇവിടുന്നാണോ ഒരു ബൈക്ക് വന്നൊരു ഇടി അങ്ങോട്ട് ഇടിച്ച് ഇതിന്റെ ബമ്പറിൽ ഇടിച്ച് ബമ്പർ വന്ന് തെറിച്ച് ഇവർ രണ്ടിനും റോഡിലോട്ട് അങ്ങ് വീണ്. ഞാൻ സൈഡിലോട്ട് ഒതുക്കാൻ പോയപ്പോൾ എനിക്ക് മനസ്സിലായി വണ്ടി നിർത്തിയാൽ പിന്നെ ഓഫായി പോകും. പിന്നെ എനിക്ക് അങ്ങ് പേടി, എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ്. ഞാൻ നേരെ ഓടിച്ച് ജവഹർനഗറിൽ വന്നു. അപ്പോൾ രാവിലെ പോലീസ് സ്റ്റേഷനിൽ പോകണം. എനിക്ക് അങ്ങ് ആകെ, ഞാൻ രാത്രി ഉറങ്ങിയിട്ടില്ല. ഇങ്ങനെ ഒരു സംഭവം ജീവിതത്തിൽ ആദ്യമല്ലേ. അതെ അവർക്ക് ഒരു പയ്യന്റെ കാലൊടിഞ്ഞിട്ടുണ്ട്, ഒരു പയ്യന്റെ ഡിസ്കിന് ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. ചേട്ടൻ തന്നെയാണ് ഓടിക്കുന്ന കാര്യമൊക്കെ CCTV തന്നെ മനസ്സിലാവുമല്ലോ. അപ്പൊ മാത്രമേ നമുക്ക് ഞാൻ കള്ളം പറയത്തില്ലല്ലോ. ചേട്ടൻ ഒറ്റക്കായിരുന്നല്ലോ വണ്ടിയിലല്ലേ? അതെ, ഞാൻ ഒറ്റക്കായിരുന്നു. ഓക്കെ. ഇപ്പൊ വണ്ടി ഇവിടെ ഉണ്ട്? വണ്ടി ഇവിടെ ഉണ്ട്, ജവഹർനഗറിലുണ്ട്. ഞാൻ ഇടിച്ചിട്ട് അങ്ങനെ നിർത്താതെ പോകുന്നതല്ല. വണ്ടിയിൽ എൻ്റെ വണ്ടിയിൽ വന്ന് ഇടിക്കുകയായിരുന്നു സ്പീഡിൽ വന്നിട്ട്. ഞാൻ ട്രിവാൻഡ്രം ക്ലബിൻ്റെ മുമ്പിൽ നിന്ന് ക്രോസ് ചെയ്യാൻ പതുക്കെയല്ലേ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് CCTV കാണാം. ഞാൻ ക്രോസ് ചെയ്ത് ഇവർ എന്തോ ശബ്ദം കേട്ട് ഇവർ താഴെ വീഴുന്നുണ്ടപ്പോൾ ആക്സിഡൻ്റ് ആണ് മനസ്സിലായി. അപ്പോൾ തന്നെ ഞാൻ പെർപ്ലസ്ഡായി. ഉടനെ തന്നെ ഞാൻ സുബ്രഹ്മണ്യ ഹാളിൽ നിന്ന് ഫ്രണ്ട്സിനെ വിളിച്ച് പറഞ്ഞു ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടോ പെട്ടെന്ന് ആംബുലൻസ് എന്തെങ്കിലും അറേഞ്ച് ചെയ്യണം, എനിക്ക് ഇറങ്ങാൻ വയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു രാവിലെ എത്തിക്കൊള്ളാന്ന് പറഞ്ഞു. വയ്യാത്ത ആളാണ്. ഒറ്റയ്ക്ക് ഞാനാ ഓടിച്ചത്. എന്നെ കൊണ്ട് വയ്യ, ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ്. ഇപ്പം ചിക്കൻ കുനിയെ അടിച്ചാൽ നിൽക്കുന്നത്, നിങ്ങൾക്ക് പകരില്ല, പേടിക്കണ്ടേ, കൊതു അടിച്ചാലേ പരത്തുള്ളൂ. അങ്ങനെ വയ്യാത്ത നിൽക്കുന്നതാണ്. വീട്ടിൽ വൈഫ് ഒറ്റയ്ക്കുള്ള, അതുകൊണ്ട് പോയതാണ്. അത് എൻ്റെ പേരിലൊരു തെറ്റായിരിക്കും. അത് വിളിച്ചറിയിച്ചു. പിന്നെ രാത്രി വരാൻ ബുദ്ധിമുട്ടുള്ള അസുഖമാണ്, രാവിലെ വന്നാൽ മതി. എന്തോ പിന്നെ അത് തീർച്ചയായിട്ടും കൊടുക്കണമല്ലോ. ഇതായിരുന്നു മണിയമ്പിള്ള രാജുവിൻ്റെ എക്സ്പ്ലനേഷൻ. അതിനിടയിൽ കുറേ കോൺസ്പിറസീസ് ഒക്കെ മീഡിയ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇറക്കി വിട്ടിരുന്നു. മണിയമ്പിള്ള രാജു മദ്യപിച്ചിരുന്നു, മദ്യപിച്ച മണിയമ്പിള്ള രാജു 12 മണിക്കൂർ ടൈം എടുത്തു. അതായത് രാത്രി 10 മണിക്ക് നടന്ന അപകടം അയാൾ ഇത് ടെസ്റ്റിന് കൊണ്ടുപോകണമല്ലോ മദ്യപിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ടെസ്റ്റ് കൊണ്ടുപോകുന്നതിൻ്റെ ടൈം 8 മണിക്കൂറും 12 മണിക്കൂറും കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ് മദ്യത്തിൻ്റെ അളവ് കിട്ടാൻ. അങ്ങനെയുള്ള കുറേ കഥകളൊക്കെ വന്നു. ഇയാൾ ഓൾറെഡി ക്യാൻസറുള്ളൊരു വ്യക്തിയാണ്. ക്യാൻസറുള്ളൊരു വ്യക്തി അങ്ങനെ മദ്യപിക്കുമോ എന്ന് ചോദിച്ചാൽ ക്യാൻസറുള്ളൊരു പിന്നെയും മദ്യപിക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇയാൾ അത്യാവശ്യം ഹെൽത്ത് നോക്കുന്നുണ്ട്, ഇയാളുടെ ബോഡി കണ്ടീഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ മണിയമ്പിള്ള രാജുവിൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയത് ഗുരുതരമായ പിഴവാണ്. അത് വണ്ടി കൊണ്ട് ബൈക്കിൽ ഇടിച്ചു എന്നുള്ള പിഴവല്ല ഞാൻ പറയുന്നത്. നമ്മുടെ വണ്ടിയിലേക്ക് ആരെങ്കിലും വന്ന് ഇടിച്ചാലോ, നമ്മൾ ആരെങ്കിലും കൊണ്ടുപോയി ഇടിച്ചാലോ, ഇഫ് വി ആർ സേഫ്, നമ്മൾ സേഫാണ്, നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അപകടം പറ്റി കിടക്കുന്ന ആളെ എടുത്ത് കൊണ്ടുപോകണം. ഇനിയിപ്പോൾ നമ്മളൊരു അപകടം കണ്ടു നിൽക്കുകയാണെങ്കിൽ പോലും അപകടത്തിൽ പറ്റിയ ആളെ കൊണ്ടുപോവുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ ഏറ്റെടുക്കണ്ടേ. അപ്പോൾ മണിയമ്പിള്ള രാജുവിന് ഒരിക്കലും എനിക്ക് ക്യാൻസറാണ്, എനിക്ക് പേടിയായി, എൻ്റെ വൈഫ് ഒറ്റയ്ക്കാന്നുള്ള ലേം എക്സ്ക്യൂസുകൾ പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ പറ്റില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മണിയമ്പിള്ള രാജു ഡ്രൈവറെ വെച്ച് വണ്ടി ഓടിച്ച് വരാലോ. ക്യാൻസറുള്ള ഒരാൾ ഇത്ര കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ച് വരണോ? 10 മണിക്ക് കിടന്നുറങ്ങുന്ന ആളാണ് മണിയമ്പിള്ള രാജു എന്ന് പല ഇൻ്റർവ്യൂലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് നടക്കുന്നൊരു 9:10 മണിക്കാണ്. ആ ടൈം ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ വയ്യാതെയാവും, അല്ലെങ്കിൽ ഉറക്കം വരും. യൂഷ്വലി അങ്ങനെയാണ് മനുഷ്യന്, സ്ഥിരം ഒരു റുട്ടീൻ ആയി കഴിഞ്ഞാൽ അതങ്ങനെയാവും. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇയാളുടെ ഭാഗത്തുനിന്ന് മേജർ മിസ്റ്റേക്ക്. ഇപ്പം ഈ പയ്യന്മാർ ഇയാളുടെ വണ്ടി കൊടുന്ന് ഇടിച്ചു എന്നുള്ളത് ശരി വെക്കുന്ന രീതിയിലുള്ള CCTV ഫുട്ടേജുകൾ ഇവിടെ ഉണ്ട്, ഞാൻ അവിടെ വെക്കാം. കാരണം ഇങ്ങനെ അവിടുന്ന് ക്ലബ്ബിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വണ്ടി വളരെ സ്ലോ ആണ്, ഇൻഡിക്കേറ്റർ ഇടുന്നു. ഏറെക്കുറെ അടുത്ത റോഡ് മുറിച്ച് അടുത്ത ട്രാക്കിൽ കിടക്കാൻ നേരത്തെ ഈ ബൈക്കിൽ ചെക്കന്മാർ അത്യാവശ്യം കണ്ടിട്ട് സ്പീഡുണ്ട്,
വന്ന് കയറിയതാണ്. ഹോൺ അടിച്ചു അല്ലെങ്കിൽ ഇതൊന്നും ഇനി ഇവന്മാർക്ക് പറയാൻ പറ്റില്ല. ഇവന്മാർ വന്ന് ഇയാൾ അടുത്ത ട്രാക്ക് കയറാൻ നേരത്താണ് ഈ ബമ്പറും ചാരി പിടിച്ച് കുളത്തി പിടിച്ച് ഇവർ പോയതും വീണതും. അങ്ങനത്തെ സാഹചര്യത്തിലാണെങ്കിൽ പോലും മണിയമ്പിള്ള രാജു ഞാൻ അപ്പുറത്ത് ഫോൺ വിളിച്ച് പറഞ്ഞു, അവിടുന്ന് ആൾക്കാർ വന്നു, ഞാൻ ആംബുലൻസിനെ വിളിച്ചു വരുത്തി. നോ, അതല്ല ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ചെയ്യേണ്ട പരിപാടി. നിങ്ങൾക്ക് നിങ്ങളുടെ ദേഹവും നിങ്ങളുടെ ആരോഗ്യത്തിനെ കുറിച്ച് നിങ്ങൾക്കൊരു കൺസേൺ ഉണ്ടല്ലോ, നിങ്ങളൊരു രോഗിയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ആ പയ്യന്മാരിഞ്ഞ് നിങ്ങളെ വണ്ടിയിൽ വന്ന് തട്ടിയതാണെങ്കിൽ പോലും ഒരു സെക്കൻഡിന് വ്യത്യാസത്തിലൊക്കെ ഒരു ജീവൻ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ? അപ്പം അതിൽ ഡെഫിനറ്റ്ലി മണിയമ്പിള്ള രാജുവിനെതിരെ കേസ് എടുക്കണം. മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം കേസ് എടുത്തിട്ട് ഈ ചങ്ങായിക്ക് അതിൻ്റെ കാര്യങ്ങൾ എന്തായാലും ചെയ്യണം. അതിൽ ഇയാൾക്കൊരു കൺസിഡറേഷൻ കൊടുക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പ്രിവിലേജ് കൊടുക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഓക്കെ, പിന്നെ ഇതിൽ ഈ ഇടി കിട്ടിയ പയ്യന്മാർ പറയുന്നത് കൂടി നമുക്കൊന്ന് കേൾക്കാം. ഇന്നലെ രാത്രി ഞാനും എൻ്റെ ഒരു കൂട്ടാനും കൂടെ എന്റെ അസൈൻമെന്റ് വാങ്ങാൻ പോയിരുന്നു മഴയില്. അപ്പം ആ പെണ്ണ് അവിടെ പി.ജി ഇല്ലായിരുന്നു. പി.ജിയില്ലാത്ത സമയത്ത് നമ്മൾ തിരിച്ച് നമ്മള് കവടിയായിരുന്നു, വഴുതക്കാട് വഴിയാണ് വന്നത്. അപ്പം നമ്മുടെ ട്രിവാൻഡ്രം ക്ലബിൽ നിന്ന് ഒരു കാറ് ഒരു ഹെഡ്ലൈറ്റ് നമ്മൾ കണ്ടു. അപ്പൊ നമ്മൾ ആദ്യമേ ഹോൺ അടിച്ച് കയറി അടുത്തെത്താറായപ്പോ ഈ കാറ് പെട്ടെന്ന് നമ്മൾ ഇടിച്ച് ഞാനും എന്റെ കൂടെയുള്ള പേരും ദൂരെ തെറിച്ച് വീഴ. ഇടിച്ചിട്ട് ഈ കാർ കുറച്ച് ദൂരം നമ്മുടെ ബൈക്ക് നിരക്കി കൊണ്ടുപോയി. എന്നിട്ട് ഒറ്റ പോക്ക് പോയി ആ ബൈക്ക്. നമ്മള് കുറച്ചു നേരം റോഡിൽ കിടന്നു. അപ്പോഴത്തേക്കും ആൾക്കാരെല്ലാം കൂടി വന്നു. ഈ പയ്യൻ ഇടി കിട്ടിയ പയ്യനാട്ടോ, ബൈക്കിലുള്ള പയ്യനായി പറയുന്നത്. ഒന്നില്ലെങ്കിൽ ഇവന് ഇടി കിട്ടിയതോടുകൂടി ഇവൻ്റെ ബോധം പോയി. ഓക്കെ, അപ്പോൾ ഇവന് തോന്നിയതായിരിക്കും നിരങ്ങിപ്പോയപ്പോൾ ബൈക്ക് കാറിൽ പോയി, അല്ലെങ്കിൽ ബൈക്ക് കൂടെ വരെ നിരക്കി കൊണ്ടുപോയി എന്നൊക്കെ ഇവന് തോന്നിയതായിരിക്കാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ആയി ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ബൈക്കോടെ നിരക്കി കൊണ്ടുപോയി എന്ന് പറഞ്ഞേക്കെന്ന് പറഞ്ഞിട്ടുണ്ടാവും. കാരണം ആ CCTV വിഷ്വൽസിനകത്ത് വളരെ ക്ലിയർ ആണ്. ബൈക്ക് ഒരു വഴിക്ക് പോയി, ഇവരൊരു വഴിക്ക് പോയി, കാറിൻ്റെ വഴിക്ക് പോയി. ഓക്കെ, ബൈക്ക് അവിടെ കിടക്കുന്നുണ്ട്. ഇവർ വീണതിൻ്റെ കുറച്ചടി അപ്പുറത്ത് ബൈക്കൊന്ന് ഇറങ്ങിപ്പോയി വീണിട്ടുണ്ട്. മേ ബി ഇവൻ്റെ ഈ ഞാൻ പറഞ്ഞല്ലോ ഇടി കിട്ടിയ ആ ഒരു അബോധാവസ്ഥയിൽ അയ്യോ ഞങ്ങൾ എന്തോ നിരക്കി കൊണ്ടുപോകണേ, കാരണം നിരങ്ങിപ്പോയി വീണതാണ്. ആ വിഷ്വൽ ഇവിടെ സൈഡിൽ തന്നെ ഉണ്ട്. അപ്പം അങ്ങനെ തോന്നിയതായിരിക്കണം. എന്താണെങ്കിലും അതൊരു എന്താ പറയുക, ഇവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ മേജർ മിസ്റ്റേക്കാണ്. മണിയമ്പിള്ള രാജു ഇവരെ നോക്കാതെ പോയി എന്നുള്ളത് ഭയങ്കര വലിയ മിസ്റ്റേക്കാണ്. അതുപോലെ തന്നെയാണ് ഓവർ സ്പീഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ ട്രാക്കിൽ നിന്ന് കയറി വരുന്ന സൈഡിൽ നിന്ന് ട്രാക്കിൽ നിന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് കയറി വരുന്നൊരു വണ്ടിയുടെ ഇടയിൽ കൂടി ഇങ്ങനെ സ്ക്വിഡ് അടിച്ച് പോകാമെന്ന് വിചാരിച്ച് സർക്കട്ട് അടിച്ച് പോകാമെന്ന് വിചാരിക്കുന്നത് അതിലും വലിയ സീനാണ്. അത് നമ്മൾ നോക്കണം. ബൈക്ക് പോകുന്നവർ നമ്മളെ ശ്രദ്ധിക്കണം, കാറ് പോകുന്നവരും നമ്മളെ ശ്രദ്ധിക്കണം. നമ്മൾ സ്വയം ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല. ചില സമയത്ത് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് പറ്റാതിരിക്കില്ല. മണിയമ്പിള്ള രാജു മലയാള മനോരമയ്ക്ക് വീണ്ടും ഒരു വൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് വയ്യാത്തൊരാൾ. ഒന്നാമത് ഇപ്പോൾ ചിക്കൻ കുനിയും കൂടെ പിടിച്ച് നിൽക്കുന്നത്. പിന്നെ ഈ രാത്രി ഞാൻ ഒറ്റയ്ക്ക്, വീട്ടിൽ വൈഫും ഒറ്റയ്ക്കാണ്. എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനി ആൾക്കാർ വണ്ടി അടിച്ച് പൊട്ടിക്കുക, എന്നെ അടിക്കുമെന്ന്. അപ്പം ഞാൻ നേരെ ഒന്ന് സ്റ്റേഷനിലേക്ക് വിളിച്ചു. അതിനു മുമ്പ് ഞാൻ ചെയ്തത് ട്രിവാൻഡ്രം ക്ലബ്ബിൽ എനിക്കറിയാവുന്ന ഫ്രണ്ട്സിനെ വിളിച്ചു. ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് എടുത്തിട്ടുണ്ട്, പെട്ടെന്ന് എന്തെങ്കിലും ഒരു മെഡിക്കൽ. അവരാണ് അപ്പോഴും അവിടെ നിന്ന് വിളിച്ച് ശാസ്ത്രങ്ങൾ മോഹൻ അവരെ ക്ലബ്ബ് സന്തോഷമൊക്കെയാണ് വിളിച്ച് ആംബുലൻസ് അറേഞ്ച് ചെയ്ത് അവരെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി എല്ലാം റെഡിയാക്കി. ഒരു പക്ഷേ അവിടെ ചെയ്യേണ്ട സഹായങ്ങൾ അവിടെ ഇല്ലായിരുന്നെങ്കിൽ പോലും ചെയ്തു എന്നുള്ളത് അത് ചെയ്യണമല്ലോ, മര്യാദ. എന്നെ കൊണ്ട് വയ്യ ഒരാളെ എടുക്കാനും തൂക്കിയെടുക്കാനും. ഞാൻ നോക്കിയപ്പോഴത്തെ അവർ എണീറ്റ് നിൽക്കുന്നുണ്ട് സംഭവം അവരവിടെ. അപ്പോൾ സംഗതി മണിയമ്പിള്ള രാജുവിൻ്റെ വിഷയം നിങ്ങൾക്ക് ഇപ്പോൾ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവില്ല. മണിയമ്പിള്ള രാജുവിൻ്റെ സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ബിക്കോസ് സെലിബ്രിറ്റിയാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ പണി പാളും എന്നുള്ള തോന്നൽ മനസ്സിൽ തോന്നിയത് കൊണ്ടാണ് മണിയമ്പിള്ള രാജു അവിടുന്ന് സ്കൂട്ടായത്. ഓക്കെ, പിന്നെ മണിയമ്പിള്ള രാജു പറയുന്ന പോലെ ഇനി ഇതിൻ്റെ മുകളിൽ അധികം എക്സ്ക്യൂസ് പറഞ്ഞൊന്നും നിൽക്കണ്ട. കാരണം ഈ ചെക്കന്മാർ വണ്ടിയിൽ നിന്ന് നീച്ച് നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു. സോറിട്ടാ, ഞാനേ ഒരു യാത്രയിലാണ് ബാംഗ്ലൂരു. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഇടയിൽ ഈ സാധനം രാവിലെ മുതൽ കാണുന്നുണ്ട്. ഇതിനൊരു ക്ലാരിറ്റിയും കിട്ടുന്നില്ല. എല്ലാവരും കൺഫ്യൂഷനും ആക്കി. മണിയമ്പിള്ള രാജുവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യും, ഇവൻ ഇത്ര ഭീകരൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ന്യൂസും സാധനങ്ങളൊക്കെ വന്നിരുന്നത്. അപ്പോൾ ഉള്ളതുപോലെ പറയണല്ലോടെ. അപ്പോൾ അതുകൊണ്ടാണ് സംഗതി മണിയമ്പിള്ള രാജുവിനെ പേടി ഇത്രയേ ഉള്ളൂ. മണിയമ്പിള്ള രാജുവിന് സംഗതി കയ്യിൽ നിന്ന് പോകുന്നുള്ളത് മനസ്സിലായി. അവിടെ നിന്ന് കഴിഞ്ഞാൽ നാട്ടുകാരെ പിടിച്ച് പൂശും. അങ്ങനെയാണ്. ഇപ്പോൾ 4 ആളറിയുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഇതേപോലെ ഒരു സെലിബ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് പ്രത്യേകിച്ചൊരു ഒരു ഇതുണ്ട്. ആരെ ഭാഗത്താ തെറ്റ്, ആരെ ഭാഗത്താ ശരിയെന്നൊന്നും നോട്ടൊന്നും ഉണ്ടാവില്ല. പിടിച്ച് പൂശാനുള്ളൊരു സാധനം അത് അയാൾക്ക് സ്വയം പേടിച്ചു. അതാണ് അയാൾ പോയത്. അല്ലാതെ അയാൾ ക്യാൻസർ പേഷ്യൻ്റാന്നുള്ള തോന്നലോ ഭാര്യ വീട്ടിൽ ഒറ്റയ്ക്കാന്നുള്ള തോന്നലോ അതൊന്നും അല്ല. പിന്നെ ഈ ചെക്കന്മാർ നീച്ചു ആ പാവങ്ങളവിടെ മറിഞ്ഞു കിടക്കുന്നവർ നീച്ച് നിൽക്കാനും വഴിയില്ല. ഓരോ ജീവനും വിലപ്പെട്ടതാന്നുള്ളത് മണിയമ്പിള്ള രാജുവിൻ്റെ ഈ കേസിൽ
ഒന്ന് നാട്ടുകാർക്കടക്കം മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു സെറ്റിൽമെൻറ്റും ഇല്ലാതെ ഇത് പോയി കഴിഞ്ഞാൽ ഏറ്റവും നന്നായിരിക്കും. കാരണം അങ്ങനെ ഇറസ്പോൺസിബിൾ ആവാൻ പാടില്ലല്ലോ ഒരു സിറ്റിസൺ, അത് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതൊന്ന് ആ രീതിയിൽ കേസും കാര്യങ്ങളൊക്കെ ഇയാൾക്കെതിരെ വന്നു കഴിഞ്ഞാൽ അതൊരു മാതൃകാപരമായിട്ടുള്ള കാര്യമായിരിക്കും. പിന്നെ മീഡിയാസ് കാണിച്ച പരിപാടി ഒറ്റ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് കുറേ കോൺസ്പിറസീസ് വന്നു, ഇയാൾ ഭീകരനാണ്. ഞാൻ നോക്കുമ്പോൾ ഒരു 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 അത് മെയിൻ ചാനലൊന്നുമല്ല, ഒരു ചാനലിൻ്റെ വന്ന ന്യൂസാണ്. ഇങ്ങേരെങ്ങാണ്ട് മറ്റേ ഇയാളെടുത്ത് പോയിരുന്നു, നമ്മളെ ഗതാഗത മന്ത്രീൻ്റെ അടുത്ത് പോയിട്ട് എന്തോ ചോദിച്ച് അവിടുന്ന് കാര്യങ്ങളൊക്കെ സെറ്റിലാക്കിയതിന് ശേഷമാണ് തിരിച്ച് വീട്ടിൽ പോയെന്നൊക്കെയുള്ള രീതിയിലുള്ള ന്യൂസുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്ത് വെടലത്തരാന്നുള്ളതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഗൈസ്, ഇതാണ് വിഷയം. ഓക്കെ ബൈ. മണിയമ്പിള്ള രാജു എന്താണെങ്കിലും ചെയ്ത പരിപാടി വളരെ മോശമാണ്. നിങ്ങളെ വണ്ടിയിൽ വന്ന് ഇടിച്ചു, അത് വേറെ കാര്യം. പക്ഷേ ചെക്കന്മാരെ നോക്കാതെ പോയത് ഒരുമാതിരി പരിപാടിയായി പോയിട്ടാണ്. പിന്നെ ചെക്കന്മാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെട്ടിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ പണി പാടുന്നുള്ളത് പഠിക്കുക. നമ്മളൊക്കെ വണ്ടിയും കൊണ്ട് പോകണം. നല്ല പ്രായത്തിൽ ഇതിലും കൂടുതൽ കഴപ്പ് ചെയ്തിട്ടുണ്ട്, വീണിട്ടുണ്ട്. ഇപ്പോൾ തന്ത വൈബിൽ പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റൂ.